4 പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. പാതിവില തട്ടിപ്പിൽ പ്രതി അനന്തുകൃഷ്ണനുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ്. തൊടുപുഴയിലെ വീട്ടിലും ഓഫീസിലും എത്തിച്ച് തെളിവെടുക്കും. സായിഗ്രാമം ഡയറക്ടർ KN ആനന്ദ്കുമാറിന് 2 കോടി രൂപ നൽകിയെന്ന് പ്രതിയുടെ മൊഴി. ഇടുക്കി ജില്ലയിലെ LDF UDF നേതാക്കൾക്ക് പണം കിട്ടി. ബാങ്ക് രേഖകൾ പോലീസ് കണ്ടെടുത്തു. പെരിന്തൽമണ്ണ പോലീസിന് ലഭിച്ച പരാതിയിൽ നജീബ് കാന്തപുരം MLAക്കെതിരെയും കേസ്. പാതിവില തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിനിനെ തേടുകയാണ് പോലീസ്. അനന്തുകൃഷ്ണന് പിന്നിൽ മറ്റാരോ കൂടിയുണ്ടെന്നാണ് സംശയം. അനന്തുവിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. ആദ്യം കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ വഴി തട്ടിപ്പ് നടത്താനായിരുന്നു അനന്തുകൃഷ്ണൻ ഉദ്ദേശിച്ചത്. നടക്കാതെ വന്നതോടെ പ്ലാൻ ബിയുമായി രംഗത്തെത്തി. അതാണ് CSR തട്ടിപ്പ്. സായിഗ്രാമം ഡയറക്ടർ KN ആനന്ദ്കുമാറിന് 2 കോടി രൂപ നൽകിയെന്ന് പാതിവില തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ മൊഴി. പണം നൽകിയതിന്റെ ബാങ്ക് രേഖകൾ പോലീസ് കണ്ടെത്തി. ഇടുക്കിയിലെ LDF UDF നേതാക്കൾക്ക് 50 ലക്ഷം രൂപയിലധികമാണ് നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് ഇത് കൈമാറിയിരിക്കുന്നത് എന്നും പ്രതി പറയുന്നു. ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥലം വാങ്ങിയെന്നും പ്രതിയുടെ മൊഴി. പണം നൽകിയതിന്റെ രേഖകളും ഗൂഗിൾ പേ ഇടപാടിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ CSR തുക എത്തിയിട്ടില്ല എന്നാണ് പോലീസ് നിഗമനം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.